കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ നിലവിലെ പ്രതിസന്ധി മറികടക്കുവാൻ ക്ഷേമ പദ്ധതികൾ നിർത്തുവാനാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. അതിന് മനസ്സില്ലെന്നാണ് കേന്ദ്രത്തോട് മറുപടി പറയാനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കിയ കോൺഗ്രസും അതേ നയങ്ങൾ ഇപ്പോഴും തുടരുന്ന കേന്ദ്രവും രാജ്യത്തെ സാധാരണ ജനങ്ങളെ കാണുന്നില്ല. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടും ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ കേന്ദ്രം നിയമനം നടത്തുന്നില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. 90 കോടിയോളം ആളുകൾക്കാണ് നമ്മുടെ രാജ്യത്ത് തൊഴിൽ ലഭ്യമാകാതിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കഴിയാവുന്നത്ര തൊഴിൽ നൽകാനാണല്ലോ ഏതൊരു സർക്കാർ ശ്രമിക്കേണ്ടത്. കേന്ദ്ര സർക്കാരിലെ നിയമനം നടത്താത്തതിന്റെ ഭാഗമായി തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. കേരളത്തിലെ സിവിൽ സർവീസ് മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും സംതൃപ്തമാണ്. മറ്റു പല സംസ്ഥാനങ്ങളും ശമ്പളം മരവിപ്പിക്കുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തപ്പോൾ ഇവിടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കി. എന്നാൽ കേരളത്തിൽ സിവിൽ സർവീസ് കൂടുതൽ കാര്യക്ഷമമാകണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കിഫ്ബി പണം സംസ്ഥാന സർക്കാർ വാങ്ങുന്ന കടമായി കണക്കാക്കണമെന്നാണ് കേന്ദ്രം പറയുന്നത്. അതേസമയം 43% അധികം കടമെടുത്തവരാണ് കേന്ദ്രം. 25% കടമെടുത്ത കേരളത്തെ കുറ്റപ്പെടുത്തുന്നത് വിരോധാഭാസമാണെന്നും പിണറായി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.